എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ അറിവും പാഠങ്ങളും നിറഞ്ഞ ഒരു കഥയിലേക്ക്. ഈ രസകരമായ കഥ ഒരു വൃദ്ധനും ഒരു ചെറുപ്പക്കാരനും ഒരുമിച്ച് കൃഷിസ്ഥലത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. ഈ യാത്രയിൽ നമുക്ക് ചുറ്റുമുള്ളവരെ എല്ലാം ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ പിഴവുകൾ വെളിപ്പെടുത്തുന്നു. ഈ കഥ വളരെ പ്രധാനമാണ്. ഇത് നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുത്തും. ഒരു വൃദ്ധനും ഒരു ചെറുപ്പക്കാരനും ഒരു കൃഷിസ്ഥലത്ത് പ്രവർത്തിച്ചിരുന്നു. കൃഷിസ്ഥലത്തിന്റെ ഉടമ അവരോട് പട്ടണത്തിൽ പോയി മൃഗങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങാൻ പറഞ്ഞു. ഒരു കഴുതയുടെ സഹായത്തോടെ അവർ പട്ടണത്തിലേക്ക് പോകാൻ തുടങ്ങി. ചെറുപ്പക്കാരൻ കഴുതയുടെ പുറത്തു കയറി. വൃദ്ധൻ നടന്നുകൊണ്ടുപോയി. അവർ പോകുമ്പോൾ ചെറുപ്പക്കാരനും വൃദ്ധനെയും അറിയുന്ന ഒരാൾ അവരോട് പറഞ്ഞു, നോക്കൂ, വൃദ്ധൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ സുഖത്തിൽ കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നു. ഇത് ലജ്ജാവഹമാണ്. ചെറുപ്പക്കാരനും വൃദ്ധനും അയാൾ ശരിയാണെന്ന് കരുതി. അതിനാൽ അവർ തങ്ങളുടെ സ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ വൃദ്ധൻ കഴുതയുടെ പുറത്തു കയറി. ചെറുപ്പക്കാരൻ നടന്നുകൊണ്ടുപോയി. പിന്നെ അവർ ഒരു പ്രായമായ സ്ത്രീയെ കണ്ടു. അവർ വൃദ്ധനെ ശകാരിച്ചു, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയില്ലേ? നിങ്ങൾ ചെറുപ്പക്കാരനെ നടത്തി കഴുതയുടെ പുറത്ത് സുഖത്തിൽ യാത്ര ചെയ്യുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും നടക്കാൻ തീരുമാനിച്ചു. അല്പസമയം കഴിഞ്ഞ് അവർ ഒരു കടയിലെത്തി. അവിടെ വെള്ളം കുടിക്കാൻ നിന്നു. കടയുടമ അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാണോ? കഴുതയുടെ പുറത്ത് കയറാൻ കഴിഞ്ഞിട്ടും നിങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കഴുതയുടെ പുറത്തു കയറാൻ തീരുമാനിച്ചു. അല്പസമയം കഴിഞ്ഞ് അവർ ഒരു കൂട്ടം ആളുകളെ കണ്ടു. അവർ അവരെ ശകാരിച്ചു, നിങ്ങൾക്ക് ഒരു ദയയുമില്ലേ? ദയവായി ചെറിയ കഴുതയ്ക്ക് ഇത്രയധികം ഭാരം ചുമത്തരുത്. ഇത് കേട്ട വൃദ്ധനും ചെറുപ്പക്കാരനും കഴുതയിൽ നിന്നിറങ്ങി ചർച്ച ചെയ്യാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് അവർ കഴുതയെ തങ്ങളുടെ തോളിൽ ചുമക്കാൻ നടക്കാൻ തീരുമാനിച്ചു. അവർ കഴുതയെ ചുമന്നുകൊണ്ട് നടന്നു. കഴുത ഭാരമുള്ളതിനാൽ അവർ കുറേയേറെ പ്രയാസപ്പെട്ടു. അവർ ഒരു ചെറിയ പാലത്തിനടുത്തെത്തി. അത് കടക്കുമ്പോൾ അവർ കഴുതയെ പിടിച്ചിരുന്ന കൈവിട്ടു. കഴുത നദിയിൽ വീണ് മുങ്ങിപ്പോയി. കഴുത മുങ്ങിപ്പോയത് കണ്ട് ആളുകൾ വൃദ്ധനെയും ചെറുപ്പക്കാരനെയും ശകാരിച്ചു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും പല സാഹചര്യങ്ങളിലും ആളുകളിലും എത്തിച്ചേരും. അവരെ ഇഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിർബന്ധിതരാകും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതിന്റെ പരിണാമങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓർക്കുക, നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളെയും ഇഷ്ടപ്പെടുത്താൻ കഴിയില്ല. സാഹചര്യത്തിന് ആവശ്യമായ ഉദ്ദേശത്തിനും ആവശ്യത്തിനും പ്രാധാന്യം നൽകുക. അതിൽ നിലകൊള്ളുക. ആരെയും ഇഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളെ മാറ്റേണ്ടതില്ല. നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ തന്നെ പൂർണ്ണമായും മൂല്യവത്താണ്. ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പാഠങ്ങളിലൊന്ന് ഇതാണ്. നിങ്ങൾ എത്ര നല്ല ഒരു വ്യക്തിയായാലും, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എത്ര ശ്രമിച്ചാലും, സഹാനുഭൂതി കാണിച്ചാലും അല്ലെങ്കിൽ സഹായത്തിന് എത്തിച്ചേർന്നാലും ചിലർ നിങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതിനാൽ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയ്ക്കായി ജീവിക്കുന്നത് നിർത്തി നിങ്ങളുടെ ഉദ്ദേശത്തിനായി ജീവിക്കാൻ തുടങ്ങുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുക.